ഗുഹാവാസികളായ ആ യുവാക്കൾ 300 വർഷം ഉറങ്ങിയെന്ന ഖുർആനിലെ പരാമർശവും ക്രൈസ്തവ റിപ്പോർട്ടും റോമൻ ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ 180 മുതൽ 200 വർഷം ജീവിച്ചു എന്നതാണ് മനസ്സിലാവുന്നത്. ചരിത്രകാരന്മാർക്ക് തെറ്റിയതാണോ അതോ ദൈവിക വചനത്തിന് പിഴവ് സംഭവിച്ചതാണോ എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 2000 വർഷങ്ങൾ പഴക്കമുള്ള റോമൻ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഒരു വെള്ളി നാണയം വെച്ച് നമ്മൾ നടത്തുന്ന ഈ അന്വേഷണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അച്ചടി മാധ്യമങ്ങളോ ഡിജിറ്റൽ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന ആ കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. ആധുനിക കാലത്ത് അച്ചടി മാധ്യമങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഉള്ളതിനാൽ ചരിത്രം എളുപ്പത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ വളരെ കുറവും ലഭ്യമായവ തന്നെ പലപ്പോഴും അപൂർണവുമാണ്. അച്ചടി സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന പണ്ട് വിവരങ്ങൾ വാമൊഴിയായും കൈപ്പത്തി പകർത്തി എഴുതിയുമാണ് കൈമാറിയിരുന്നത്. ഇതിനാൽ കാലഗണനയിലും സംഭവങ്ങളിലും ചില അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റോമൻ ചരിത്രത്തിൽ ഭരണാധികാരികളുടെ പട്ടിക മാത്രം ആശ്രയിച്ചിരുന്നതും സാമ്രാജ്യങ്ങൾ തകരുമ്പോൾ രേഖകൾ നശിക്കുന്നതും ചരിത്രത്തെ അപൂർണമാക്കുന്നു. ഗുഹാവാസികളുടെ ഈ സംഭവം ഡഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് ആരംഭിച്ച് തിയോഡിഷ്യസ് രണ്ടാമൻ്റെ കാലത്ത് അവസാനിച്ച സംഭവമാണെന്ന് പറയുന്നുണ്ടെങ്കിലും യുവാക്കൾ ഗുഹയിൽ പ്രവേശിച്ചത് ഡഷ്യസ് രാജഭരണത്തിൻ്റെ തുടക്കത്തിലാണോ അതോ അവസാനമാണോ എന്നതിൽ ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. കാരണം ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പീഡനങ്ങൾ തുടക്കം മുതലേ നേരിടേണ്ടി വന്നത് AD 117 മുതൽ 138 കാലം വരെ രാജ്യം ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയൻ്റെ കാലത്താണ്. ഹാഡ്രിയൻ ചക്രവർത്തി ഒരു വലിയ സാംസ്കാരിക പ്രേമിയായിരുന്നു. അദ്ദേഹം എഫെസസ് ഉൾപ്പെടെ നഗരങ്ങളിൽ വലിയ റോമൻ ക്ഷേത്രങ്ങൾ പണിയാൻ ഉത്തരവിട്ടു. ഇത് റോമൻ സാമ്രാജ്യവും അവിടുത്തെ ഭരണകൂടവും ക്രിസ്ത്യാനികളുമായി ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. റോമൻ ദേവന്മാരെ വണങ്ങാൻ വിസമ്മതിച്ച വിശ്വാസികളെ ഭരണകൂടം വേട്ടയാടി. ഈ സാഹചര്യത്തിലാണ് ഗുഹാവാസികൾ ഗുഹയിൽ പ്രവേശിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഹാഡ്രിയൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് യഹൂദർ റോമിനെതിരെ നടത്തിയ വലിയ വിപ്ലവമാണ് ബാർ കൊബ്ബ വിപ്ലവം. ഈ സമയത്ത് ക്രിസ്ത്യാനികൾ വലിയ തോതിൽ പീഡനത്തിന് ഇരയായി. യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ ശ്രമിച്ച ക്രിസ്ത്യാനികൾ ഒരു വശത്ത് റോമൻ സൈന്യത്തിൻ്റെയും മറുവശത്ത് വിശ്വാസികളല്ലാത്തവരുടെ ആക്രമണത്തിനും ഇരയായി. യഹൂദരുടെ വിശുദ്ധ ടെമ്പിൾ മൗണ്ടിന് മുകളിൽ ജൂപ്പിറ്റർ ദേവന് വേണ്ടി ഒരു റോമൻ ക്ഷേത്രം പണിയാൻ റോമൻ ഭരണകൂടം ശ്രമിച്ചതാണ് ഈ വിപ്ലവത്തിന് പ്രധാന കാരണമായത്. ഈ വിപ്ലവത്തിൻ്റെ നായകനായിരുന്ന സൈമൺ ബാർ കൊബ്ബയെ റോമൻ സൈന്യം വധിച്ചു. ഈ വിപ്ലവം അടിച്ചമർത്താൻ ഹാഡ്രിയൻ ചക്രവർത്തി തൻ്റെ ഏറ്റവും മികച്ച ജനറലായ ജൂലിയസ് സേവറസിനെ ബ്രിട്ടനിൽ നിന്നും വരുത്തി കലാപം അടിച്ചമർത്തി. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിപ്ലവ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഹാഡ്രിയൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിലെ പ്രഭുവും സൈനിക ഉദ്യോഗസ്ഥനുമായ സെൻറ്റ് യൂസ്റ്റേസിനെ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ ഒരു വെങ്കലക്കാളയുടെ രൂപത്തിലുള്ള ലോഹക്കൂടിനുള്ളിലാക്കി തീ കൊളുത്തി ഭരണകൂടം കൊലപ്പെടുത്തിയെന്നും അദ്ദേഹത്തോടൊപ്പം ഭാര്യയെയും മക്കളെയും വധിച്ചുവെന്നും ചരിത്രരേഖയിൽ പറയുന്നു. ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്തെ പീഡനങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് സെൻറ്റ് സോഫിയയുടെയും അവരുടെ 3 മക്കളുടെയും രക്തസാക്ഷിത്വം. ഹാഡ്രിയൻ ചക്രവർത്തി ഇവർ വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് വിസമ്മതിച്ചു.
ഇതിനെ തുടർന്ന് ചക്രവർത്തി ആ ചെറിയ 3 കുട്ടികളെയും അമ്മയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. ആദ്യത്തെ മകളെ ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ചു കൊന്നു. രണ്ടാമത്തെ കുട്ടിയെ തിളച്ച എണ്ണയിലിട്ട് കൊന്നു. മൂന്നാമത്തെ കുട്ടിയെ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു. ഇതൊക്കെ കണ്ടു തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന സോഫിയ അവരുടെ മക്കളുടെ മൃതദേഹം അടക്കം ചെയ്ത ശേഷം ആ കല്ലറക്ക് മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 3-ാം ദിവസം മരിച്ചു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അനുഭവിച്ച് രക്തസാക്ഷിയായ ഇവളെ ക്രിസ്തീയ ലോകം ഇന്നും ആദരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ റോമൻ സൈന്യം യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ വേട്ടയാടിയിരുന്നു. ഹാഡ്രിയൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് യുവാക്കൾ ജീവരക്ഷാർത്ഥം ഗുഹയിൽ ഒളിക്കുന്നതെങ്കിൽ അവർ ഏകദേശം AD 440-50 കാലഘട്ടത്തിൽ ഉണരുമ്പോൾ ഖുർആൻ പറയുന്ന 300 വർഷങ്ങളുമായി ഒത്തുപോകുന്നു. മാത്രമല്ല സൂര്യവർഷവും ചന്ദ്രവർഷവും ഇവിടെ ഒത്തുപോകുന്നു എന്നതും വളരെ വ്യക്തമാണ്. സൗരവർഷം അഥവാ സോളാർ ഇയർ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയമാണ്. ഇത് 365 ദിവസമാണ്. എന്നാൽ ചന്ദ്രവർഷം അഥവാ ലൂണാർ ഇയർ അനുസരിച്ച് ഒരു വർഷത്തിൽ 354 ദിവസങ്ങളാണുള്ളത്. അതായത് ഒരു വർഷത്തിൽ ചന്ദ്രവർഷം സൂര്യവർഷത്തേക്കാൾ അപേക്ഷിച്ച് 11 ദിവസം കുറവാണ്. ഈ കണക്ക് പരിശോധിച്ചാൽ 100 വർഷത്തിൽ ഏകദേശം 3 വർഷത്തോളം വ്യത്യാസം വരാം. അപ്പോൾ 300 വർഷം ഗുഹയിൽ ഉറങ്ങി എന്ന് പറയുമ്പോൾ 9 വർഷത്തോളം വ്യത്യാസം കാണാം. അതുതന്നെയാണ് ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്ത് അൽ കഹ്ഫിലെ 25-ാം സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഗുഹാവാസികൾ ഉണർന്ന കാലഘട്ടം, അതായത് AD 430-ൽ തിയോഡഷ്യസ് 2-ാം ചക്രവർത്തിയുടെ കാലം മുതൽ ഖുർആനിൽ പറഞ്ഞ 300 വർഷം ഉറങ്ങി എന്നത് പറയുമ്പോൾ AD 430 മൈനസ് AD 300 എന്ന് നമുക്ക് കിഴിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് AD 130 അതായത് AD 130-ൽ റോമ ഭരിച്ച ചക്രവർത്തി ആരെന്ന് പരിശോധിച്ചാൽ അത് ഹാഡ്രിയൻ ചക്രവർത്തിയാണ് എന്നത് ക്രിസ്ത്യൻ ലോകവും ചരിത്രകാരന്മാരും ഒരുപോലെ അംഗീകരിക്കുന്നു. അതായത് ഗുഹാവാസികൾ ഗുഹയിൽ അഭയം പ്രാപിച്ചത് ഹാഡ്രിയൻ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ അവസാന 10 വർഷങ്ങൾക്കിടയിലാണ് എന്ന് മനസ്സിലാകും. കാരണം AD 117 മുതൽ 138 വരെ റോമ ഭരിച്ച ഹാഡ്രിയൻ ചക്രവർത്തി വിഗ്രഹ ആരാധനയുടെയും റോമൻ സംസ്കാരത്തിൻ്റെയും കടുത്ത പ്രാധാന്യം നൽകിയതും ജെറൂസലേമിൽ വലിയ കലാപങ്ങൾ അയച്ചുവിട്ടതും AD 132 കാലഘട്ടത്തിലാണ്. മാത്രമല്ല AD 130 കാലഘട്ടത്തിൽ ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്ത് കൂടുതൽ മനോഹരമായ വെള്ളി നാണയങ്ങൾ പുറത്തിറക്കിയതും ശ്രദ്ധേയമാണ്. തൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്ത്, അതായത് AD 128 മുതൽ 138 വരെ പുറത്തിറക്കിയ നാണയങ്ങളുടെ ഒരു വശത്ത് ചക്രവർത്തിയുടെ തലയുടെ ചിത്രം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചിത്രം റോമയിൽ ആദ്യമായി ഇറക്കിയത് ഹാഡ്രിയൻ ചക്രവർത്തിയാണ്. യുവാക്കൾ ഗുഹയിൽ ഒളിക്കുമ്പോൾ അവരുടെ കൈവശം ഇത്തരം വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നത് അവർ ഭക്ഷണം വാങ്ങാൻ വെള്ളി നാണയങ്ങളുമായി പോയി എന്നാണ്. ഈ വാക്യത്തിൽ വരീഖ് എന്ന അറബി പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് വെള്ളി നാണയം അല്ലെങ്കിൽ വെള്ളി എന്ന് അർത്ഥം വരുന്നു. ചുരുക്കി പറഞ്ഞാൽ യുവാക്കൾ ഗുഹയിൽ പ്രവേശിച്ചത് ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്താണെന്നും മറിച്ച് ടിഷ്യസിൻ്റെ കാലത്തല്ല എന്നതുമാണ് ചരിത്രരേഖകൾ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് 2000 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രം വാമൊഴിയാൽ രേഖപ്പെടുത്തുമ്പോൾ സംഭവിച്ച ഒരു വലിയ അബദ്ധമാണ് ഗുഹാവാസികളുടെ യഥാർത്ഥ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ്. അതിൽ പിഴവുകൾ ഇതുവരെ വന്നിട്ടില്ല എന്നത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മനുഷ്യൻ എഴുതിയ ചരിത്രവും ശാസ്ത്രീയ നിഗമനങ്ങളും കാലാകാലങ്ങളിൽ തിരുത്തലുകൾക്ക് വിധേയമാകാറുണ്ട്. എന്നാൽ ദൈവിക വചനമായ ഖുർആനിലെ സത്യങ്ങൾ എന്നും മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. അസ്ഹാബുൽ കഹ്ഫ് 300 വർഷക്കാലം ഗുഹയിൽ കഴിഞ്ഞുകൂടിയെന്ന ഖുർആനിക വിവരണം റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയൻ്റെ കാലഘട്ടത്തിലെ ചരിത്ര വസ്തുക്കളുമായി കൃത്യമായി ഒത്തുപോകുന്നതായി നമുക്ക് കാണാം. ചരിത്രരേഖകൾ ഖുർആനിലെ സത്യങ്ങളെ ശരിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.